ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മംഗലാപുരം KSRTC ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇതാ വലിയൊരു ബസ് സ്റ്റാൻഡാണിത്. കുറെ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളിന്ന് കാണാൻ പോകുന്നത് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രവും പിന്നെ ധർമ്മസ്ഥലിലെ ക്ഷേത്രവും പിന്നെ അവിടുത്തെ മറ്റു കാഴ്ചകളുമാണ്. നമുക്ക് പോകാനുള്ള ബസ് മംഗലാപുരം സ്റ്റാൻഡിൽ നിന്നും രാവിലെ 7:30 സുബ്രഹ്മണ്യയിലേക്ക് പുറപ്പെടുന്നത്. ബസ്സിൽ സീറ്റിംഗ് ലോഡ് മാത്രമേ ഉള്ളൂ, വല്ലാതെ തിരക്കൊന്നുമില്ല. ബസ് ഇതാ സ്റ്റാൻഡിൽ നിന്ന് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മംഗലാപുരത്ത് നിന്നും സുബ്രഹ്മണ്യയിലേക്ക് ഏകദേശം 105 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇതാ അവിടെ ഒരു പുഴ കാണുന്നില്ലേ? ഇതാ ഈ ബ്രിഡ്ജും അക്കരെയുള്ള കാഴ്ചകളും മനോഹരം തന്നെ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ബാംഗ്ലൂർ റൂട്ടാണ്, റൈറ്റ് സൈഡിലേക്ക് കുക്കി സുബ്രഹ്മണ്യ. നമുക്ക് കുക്കി സുബ്രഹ്മണ്യ റൂട്ടിലേക്കാണ് പോകാനുള്ളത്. ആഹാ, യെല്ലോ കളറിലുള്ള ഒരു സ്റ്റൈലിൻ ബിൽഡിംഗ്. ഈ കാണുന്നൊരു ഗസ്റ്റ് ഹൗസ് ആണ്. അങ്ങനെ നമ്മൾ കുക്കി സുബ്രഹ്മണ്യ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങണം, ഇനിയൊരു ചായ കുടിക്കണം. സ്റ്റാൻഡിനടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒന്നും കഴിച്ചിട്ടില്ല. പൂരി, വട, ചട്നി, പിന്നെ ചായ. അടിപൊളി. ഇനി നമുക്ക് മണ്ണ് പ്രസാദമായി കിട്ടുന്നു എന്ന സവിശേഷതയുള്ള കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനടുത്തേക്ക് പോകാം. അങ്ങനെ നമ്മളിതാ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ദക്ഷിണ കന്നഡ ജില്ലയിലെ കടബ താലൂക്കിലെ സുബ്രഹ്മണ്യ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. സൗത്ത് ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കുമാരപർവ്വതത്തിന്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം. കുമാരപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുമാരധാര നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത്. ശിവാലി മാധവ് ബ്രാഹ്മണന്മാരാണ് ഇവിടുത്തെ പൂജാരിമാർ. ദർശന സമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 3:30 മുതൽ രാത്രി 8:30 വരെയുമാണ്. ക്ഷേത്രത്തിലെ പ്രധാന പൂജ സർപ്പദോഷ നിവാരണ പൂജയാണ്. അന്നദാന ഹാളാണ് ഈ കാണുന്നത്. കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം കണ്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇനി നമ്മൾക്ക് പോകാനുള്ളത് ധർമ്മസ്ഥലിലേക്കാണ്. സീറ്റുകളൊക്കെ ഫുള്ളായി കഴിഞ്ഞു. നമ്മുടെ ബസ് ഇതാ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. കുക്കെ സുബ്രഹ്മണ്യ ടു ധർമ്മസ്ഥല ഏകദേശം 53 കിലോമീറ്റർ ആണുള്ളത്. ബാംഗ്ലൂർ ടു ധർമ്മസ്ഥല ഏകദേശം 320 കിലോമീറ്ററുമാണ് ഉള്ളത്. ധർമ്മസ്ഥലയിൽ കുറേയേറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. മഞ്ജുനാഥ ക്ഷേത്രം, വൃന്ദാവനം, കാർ മ്യൂസിയം, ധാന്യപുര, പിന്നെ എയർക്രാഫ്റ്റ്, ഗോമതേശ്വര ബാഹുബലി പ്രതിമ, അങ്ങനെ അതിശയകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ദക്ഷിണ കർണാടകയിലെ നേത്രാവതി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം. അങ്ങനെ നമ്മൾ ധർമ്മസ്ഥലയിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണ്ടേ? കണ്ടില്ലേ KSRTC ബസ്സുകളൊക്കെ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത്? ദക്ഷിണ കർണാടകയിലെ ക്ഷേത്രനഗരമായ ധർമ്മസ്ഥലയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മഞ്ജുനാഥ ശിവക്ഷേത്രം.
800 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ്വ ബ്രാഹ്മണരാണ്. ഇവിടുത്തെ ഭരണം നടത്തുന്നത് പെർഗേഡ്സ് ഹെഗ്ഡെ എന്ന ജൈന ബണ്ട് കുടുംബമാണ്. ആയുർവേദ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, SDM യൂണിവേഴ്സിറ്റി, സ്കൂളുകൾ തുടങ്ങിയവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലാണ്. അങ്ങനെ നമ്മൾ ധർമ്മസ്ഥല ക്ഷേത്ര സമിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോ ദർശന സമയമല്ല, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള വൃന്ദാവനമാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിനും മുതിർന്നവർക്ക് സ്വസ്ഥമായും ശാന്തിയോടെയും ഇരിക്കുന്നതിനും ഉള്ള സ്ഥലമാണിത്. കണ്ടില്ലേ ഒരു ശിവപ്രതിമ. ഈ ചെടികൾ കളർഫുൾ അല്ലേ? ഇനി കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാം. ഇവിടുത്തെ നടപ്പാതയും ചെടികളും പുൽത്തകിടിയും എന്തൊരു ഭംഗിയാ. ഇവിടെ കുറച്ച് പ്രതിമകളും കാണുന്നുണ്ട്. ഇതാണ് മത്സ്യകന്യകയുടെ പ്രതിമ. ഇതാ വെളുത്ത പ്രതിമയും സംഗീത ജലധാരയും. സൂപ്പർ അല്ലേ? കുട്ടികൾക്ക് വളരെ കൗതുകരമാണ്, മുതിർന്നവർക്കും. ഇത് മഞ്ജുനാഥ സ്വാമി എയ്ഡഡ് ഹയർ പ്രൈമറി സ്കൂളാണ്. ഇവിടുത്തെ ഓട്ടോമൊബൈൽ മ്യൂസിയമാണ് ഈ കാണുന്നത്. ക്യാമറ അലൗഡ് അല്ല. മഞ്ജുനാഥ മ്യൂസിയം പഴയകാല ക്യാമറ, പഴയ നാണയങ്ങൾ, പഴയ തോക്ക്, പഞ്ചലോഹ വിഗ്രഹങ്ങൾ, പണ്ട് ഉപയോഗിച്ച സാധനങ്ങൾ മുതൽ ലേറ്റസ്റ്റ് മോഡൽസ് വരെ ഇവിടെയുണ്ട്. കൂടാതെ വാൾ, പരിച, അമ്പും വില്ലും തുടങ്ങിയ പുരാതനമായ ഒരുപാട് വസ്തുക്കളുടെ ശേഖരങ്ങളുടെ ഒരിടമാണ് ഇവിടം. ഈ വിമാനം രാജകുടുംബത്തിന് ബിർല ഗ്രൂപ്പ് നൽകിയതാണ്. ഭക്തന്മാർക്കും സഞ്ചാരികൾക്കും കാണുന്നതിനായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ശ്രീ ധർമ്മസ്ഥല ക്ഷേത്ര റൂറൽ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഹെഡ് ഓഫീസാണ് ഈ കാണുന്നത്. ഭക്തജനങ്ങൾക്കും സഞ്ചാരികൾക്കും താമസിക്കാനുള്ള റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള റൂമുകളാണ് ഇവിടെ കാണുന്നത്. റൂമുകൾക്ക് കുറഞ്ഞ ചാർജ് ഇവിടെ ഈടാക്കുന്നുള്ളൂ. ക്ഷേത്രാവശ്യങ്ങൾക്കും മറ്റുമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കലവറയാണ് ഈ കാണുന്നത്. ഇവിടെ ഉള്ളോട്ട് കടന്നാൽ പച്ചക്കറികളും മറ്റു സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാം.
പ്രതിദിനം 25,000 മുതൽ 50,000-ൽ പരം പേർക്ക് അന്നദാനം നടത്തുന്നു എന്നതും ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ സവിശേഷതയാണ്. ഉച്ചയ്ക്കും അതേപോലെ തന്നെ രാത്രിയും ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. ദാ ഇവിടെ അരിയും നെല്ലും സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടില്ലേ? വിശാലമായൊരു ധാന്യപ്പുര തന്നെയാണിത്. ഇനി നമുക്ക് കാണാനുള്ളത് ബാഹുബലി പ്രതിമയാണ്. ദാ ഈ സ്റ്റെപ്പ് കയറി വേണം അങ്ങോട്ട് പോകാൻ. സ്റ്റെപ്പ് കയറി അങ്ങോട്ട് നടക്കാം. ഇത്തരത്തിലുള്ള ഏകദേശം 280ഓളം സ്റ്റെപ്പുകൾ കയറി വേണം ബാഹുബലി പ്രതിമ കാണാൻ. രത്നഗിരി ഓർ ബാഹുബലി വിഹാർ. ദർശന സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 6:30 വരെ. ഇനിയും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം. ഏഷ്യയിലെ തന്നെ വലിയ ഒറ്റക്കൽ പ്രതിമയാണിത്. ഉയരം 17 മീറ്റർ അഥവാ 57 അടി. ജൈനരുടെ ആദ്യ തീർത്ഥാങ്കരനായിരുന്ന ഋഷഭന്റെ 100 പുത്രന്മാരിൽ രണ്ടാമനായ ബാഹുബലി അഥവാ ഗോമതേശ്വരനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഗംഗാ സാമ്രാജ്യത്തിലെ മന്ത്രിയും സൈനികനുമായ ചാമുണ്ഡരായരായിരുന്നു 10-ാം നൂറ്റാണ്ടിൽ ഈ പ്രതിമ നിർമ്മിച്ചിരുന്നത്. ബാഹുബലി പ്രതിമയുടെ കുംഭാഭിഷേകത്തിന്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. പ്രതിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗോമതേശ്വര പ്രതിമയൊക്കെ കണ്ട് തിരിച്ചു പോരുകയാണ്. ഇനി താഴെ നിന്ന് ഓട്ടോ പിടിച്ച് നേരെ ധർമ്മസ്ഥൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ഈ ചാനലിന്റെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വാട്സപ്പ് ചാനലിന്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കയറി ഞങ്ങളോടൊപ്പം ചേരുക. കൂടാതെ നമ്മുടെ യാത്രയ്ക്കിടെ കണ്ടുകിട്ടുന്ന രസകരമായ കാഴ്ചകൾ ഷോർട്സുകളായി ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കയറി നമ്മളോടൊപ്പം സഹകരിക്കുക. Bye. Thank you.